നമസ്കാരം. പ്രധാന വാർത്തകൾ. മന്ത്രി വി എൻ വാസവന്റെ സഹോദരി പുത്രി കോൺഗ്രസ് സ്ഥാനാർത്ഥി. ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ ജ്യേഷ്ഠൻ പരേതനായ വി എസ് സോമന്റെ മകൾ സ്മിത ഉല്ലാസ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും. പാമ്പാടി പഞ്ചായത്തിലെ 17-ാം വാർഡിലെ കുറയന്നൂർ കുന്നിൽ നിന്നാണ് സ്മിത ജനവിധി നേടുക. കൈപ്പത്തി ചിഹ്നത്തിലാണ് ഇവർ കളത്തിലിറങ്ങുക. തന്റെ പിതാവ് കോൺഗ്രസ് അനുഭാവിയായിരുന്നുവെന്ന് സ്മിത പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി ബാധകം. നവംബർ 22-ന് പ്രാദേശിക അവധി. തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഇസ്ലാം മത ആരാധനാലയമായ ഭീമാപള്ളിയിലെ ഉറൂസിനോടനുബന്ധിച്ച് പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് തിരുവനന്തപുരം ജില്ലാ കളക്ടർ. നവംബർ 22 മുതൽ ഡിസംബർ 2 വരെയാണ് ഭീമാപള്ളി ദർഗാ ഷെരീഫ് വാർഷിക ഉറൂസ് മഹോത്സവം. ഉറൂസ് മഹോത്സവത്തിന്റെ ആദ്യ ദിവസം പ്രാദേശിക അവധി അനുവദിക്കുന്നതിന് സർക്കാരിൽ നിന്ന് മുൻകൂർ അനുമതി ലഭിച്ചിരുന്നു. ഇത് പ്രകാരമാണ് നവംബർ 22-ന് കളക്ടർ പ്രാദേശിക അവധി അനുവദിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭാ പരിധിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി ബാധകമായിരിക്കും. അതേസമയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമല്ല. തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയുടെ വീടിന് തീയിടാൻ ശ്രമം. BJP സ്ഥാനാർത്ഥി ടിൻഡു ജി വിജയന്റെ വീടിന് നേരെയായിരുന്നു ആക്രമണം. ഇന്നലെ രാത്രി 1 മണിയോടെയാണ് സംഭവം. ഹെൽമറ്റും റെയിൻകോട്ടും ധരിച്ചെത്തിയ 2 പേരാണ് തീയിടാൻ ശ്രമിച്ചത്. തീ കത്തിച്ച ജനലിലൂടെ ഉള്ളിലേക്കിടാനും ശ്രമം നടന്നു. ശബ്ദം കേട്ട വീട്ടുകാർ ഉണർന്നു നോക്കിയതോടെ സംഘം കടന്നു കളഞ്ഞു. പ്ലേ സ്കൂൾ വിദ്യാർത്ഥി മരിച്ച സംഭവം. മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതായി സ്കൂൾ മാനേജ്മെന്റ്. ഇടുക്കി ചെറുതോണിയിൽ സ്കൂൾ ബസ് അപകടത്തിൽ പ്ലേ സ്കൂൾ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി സ്കൂൾ മാനേജ്മെന്റ്. ദാരുണമായ സംഭവമാണ് ഉണ്ടായതെന്നും ക്ലാസ് മുറിയിലേക്ക് കുട്ടികൾ വഴിതെറ്റിച്ചോടിയതാണ് അപകട കാരണമെന്നും സ്കൂൾ അധികൃതർ മാധ്യമങ്ങളോട് പറഞ്ഞു. സംഭവ സമയത്ത് 2 അധ്യാപകരും ആയമാരും ഉണ്ടായിരുന്നെന്നും അപകടത്തിന്റെ ഞെട്ടലിൽ നിന്നും ആരും മുക്തരായിട്ടില്ലെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. BLOമാർ ചടങ്ങിന് വേണ്ടി പണിയെടുക്കുന്നു. ഫീൽഡിൽ നേരിട്ടിറങ്ങി നടപടിയെടുക്കും. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആലപ്പുഴ കളക്ടറുടെ പരസ്യശാസന. ആലപ്പുഴയിൽ BLOമാർക്ക് കടുത്ത സമ്മർദ്ദം. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആലപ്പുഴ കളക്ടർ അലക്സ് വർഗീസ് പരസ്യമായി ശാസിക്കുന്ന ഓഡിയോ സന്ദേശം പുറത്ത്. BLOമാർ ചടങ്ങിന് വേണ്ടിയാണ് പണിയെടുക്കുന്നതെന്നാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കളക്ടറുടെ വിമർശനം. ഫീൽഡിൽ നേരിട്ടിറങ്ങി നടപടിയെടുക്കുമെന്നാണ് കളക്ടറുടെ ഭീഷണി. അതേസമയം സമ്മർദ്ദത്തിലാക്കരുതെന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ BLOമാർ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഫീൽഡിൽ നേരിടുന്ന വെല്ലുവിളികൾ വിവരിച്ചാണ് BLOമാർ സന്ദേശം അയക്കുന്നത്. VM വിനുവിന് തിരിച്ചടി. ഹർജി ഹൈക്കോടതി തള്ളി. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മത്സരിക്കാനൊരുങ്ങിയ UDF സ്ഥാനാർത്ഥിയും സംവിധായകനുമായ VM വിനുവിന് തിരിച്ചടി. സെലിബ്രിറ്റിക്ക് പ്രത്യേക പരിഗണനയില്ല. സെലിബ്രിറ്റിക്കും സാധാരണ ജനങ്ങൾക്കും രാജ്യത്ത് ഒരേ പരിഗണന മാത്രമേ ഉള്ളൂവെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. പട്ടികയിൽ പേരില്ലാത്തതിനെതിരെയുള്ള VM വിനുവിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. താങ്കൾ ഈ രാജ്യത്തെ പൗരനല്ലേ എന്ന് കോടതി ചോദിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതും അതിന്മേൽ എതിർപ്പുകളുണ്ടെങ്കിൽ അറിയിക്കാൻ മാധ്യമങ്ങളിലൂടെയും മറ്റും അറിയിക്കുകയും ചെയ്തത് അറിഞ്ഞില്ലേ? സെലിബ്രിറ്റി പത്രം വായിക്കാറില്ലേ എന്നും കോടതി ചോദിച്ചു. കോൺഗ്രസിന് തിരിച്ചടി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി BJPയിൽ ചേർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പത്തനംതിട്ടയിൽ അപ്രതീക്ഷിത തിരിച്ചടിയാണ് കോൺഗ്രസിനുണ്ടായത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഖിൽ ഓമനക്കുട്ടൻ BJPയിൽ ചേർന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി തുടങ്ങി ധാരാളം പദവികൾ പ്രവർത്തിച്ച ആളായിരുന്നു ഓമനക്കുട്ടൻ. എന്നാൽ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി കോൺഗ്രസുമായി അത്ര നല്ല അടുപ്പത്തിലായിരുന്നില്ല. BJP പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ഓമനക്കുട്ടനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. അരീക്കോട് മകളെ ബലാത്സംഗം ചെയ്ത കേസിൽ പിതാവിന് വിവിധ വകുപ്പുകളിലായി 178 വർഷം കഠിന തടവ്. 11 വയസ്സുകാരിയെ പിതാവ് ബലാത്സംഗം ചെയ്ത കേസിലാണ് മഞ്ചേരി പോക്സോ കോടതിയുടെ വിധി. പ്രതി മറ്റൊരു ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ്. പോക്സോ നിയമത്തിലെ ബലാത്സംഗം, അതിക്രമിച്ചു കടക്കൽ, ഭീഷണിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് 178 വർഷം ശിക്ഷ. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി എന്നതിനാൽ 178 വർഷത്തെ തടവ് ശിക്ഷ 40 വർഷമായി മാറും. സ്പോട്ട് ബുക്കിംഗ് 5000 കുറച്ച് ഹൈക്കോടതി. തിങ്കളാഴ്ച വരെയാണ് നിയന്ത്രണം ഉണ്ടാവുകയെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അറിയിച്ചു. നിലവിൽ പ്രതിദിന സ്പോട്ട് ബുക്കിംഗ് പരിധി 20,000 കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമലയിൽ ക്രമാതീതമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരക്കിൽ ഭക്തർ വലയുന്ന നിരവധി കാഴ്ചകളാണ് പുറത്തു വന്നത്. മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന ശേഷമാണ് ദർശനം ലഭിച്ചത്. ചിലർ തിരക്ക് കാരണം മടങ്ങിപ്പോകുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് ശബരിമലയിലെ തിരക്ക് കുറയ്ക്കാൻ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായക ഉത്തരവ്. വൈഷ്ണവ് സുരേഷിന് മത്സരിക്കാം.
തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട ഡിവിഷനിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി വൈഷ്ണ സുരേഷിന് മത്സരിക്കാം. വൈഷ്ണയ്ക്ക് വോട്ട് ചെയ്യാമെന്നും മത്സരിക്കാമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി. വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് നീക്കിയ നടപടി റദ്ദാക്കി. ഇതോടെ വൈഷ്ണ സുരേഷിന് മുട്ടട വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പത്രിക നൽകാം.